ചാരക്കേസുകൾ നിരന്തരം, എല്ലാവർക്കും മൗനം. സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. അതീവ നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുക്കുന്ന കേസുകൾ വർദ്ധിച്ചു വരുന്നത് അതീവ ആശങ്കയോടെയാണ് സൈനിക ഇന്റലിജൻസും ഭരണകൂടവും കാണുന്നത്. കുരുൽക്കറെ പോലുള്ള അതിദേശീയതയുടെ വക്താക്കളാണ് ചാരക്കേസിൽ പിടിയിലാകുന്നവരിൽ ബഹുഭൂരിഭാഗവും. ഇന്ത്യൻ ഭരണകൂടം പാകിസ്ഥാനെതിരെ നിലപാട് ശക്തമാക്കുകയും 50,000 കോടി രൂപയുടെ ആയുധങ്ങൾ കൂടി വാങ്ങി പ്രതിരോധ മേഖല കൂടുതൽ കരുത്തുറ്റതാക്കാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ സൈനിക മേഖലയിലെ അതിപ്രധാന വിവരങ്ങളും രഹസ്യങ്ങളും പാകിസ്ഥാന് കൈമാറി ചാരപ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചിലര്. ചാരപ്രവർത്തന കേസുകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത്. ഏറ്റവുമൊടുവിൽ യൂട്യൂബ് വ്ളോഗർ, ഹരിയാനയിലെ ഹിസാർ സ്വദേശിനി ജ്യോതി മൽഹോത്ര, പാട്യാല കൽസ കോളേജ് പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി ദേവീന്ദർ സിംഗ് ദില്ലന്, അർമാന്, പഞ്ചാബ് സ്വദേശികളായ ഗുസാല, യാസീന് മുഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. പാക് ഹൈക്കമ്മീഷൻ സ്റ്റാഫ് അംഗമായിരുന്ന ഡാനിഷ് എന്ന ഇഹ്സാനുർ റഹീമുമായും പാക് ചാരസംഘടനയിലെ കണ്ണികളുമായും അടുത്ത ബന്ധം പുലർത്തുന്ന ജ്യോതി മൽഹോത്ര, ഇന്ത്യയിലെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതായാണ് വിവരം. 2023 ഇവര് 2 തവണ പാകിസ്ഥാന് സന്ദർശിക്കുകയുമുണ്ടായി. ട്രാവല് വിത്ത് ജോ എന്ന തന്റെ യൂട്യൂബ് ചാനലിലൂടെയും സാമൂഹിക മാധ്യമങ്ങളിലൂടെയും പാകിസ്ഥാന്റെ നല്ല വശങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് ഇന്ത്യക്കാർക്കിടയിൽ പാക് അനുകൂല മനോഭാവം സൃഷ്ടിക്കുകയാണത്രേ പാക് ഏജൻസികൾ ജ്യോതി മൽഹോത്രയെ ഏൽപ്പിച്ച ജോലി. അമൃത്സർ മേഖലയിലെ ആർമി കന്റോൺമെന്റ് പ്രദേശങ്ങളുടെയും വിമാനത്താവളങ്ങളുടെയും വിവരങ്ങളും ഫോട്ടോകളും പാകിസ്ഥാന് ചാരന്മാർക്ക് കൈമാറിയതിന് പാലക്ഷേർ മസിഹ്, സൂരജ് മസിഹ് എന്നിവർ അറസ്റ്റിലായത് 2 ആഴ്ച മുമ്പാണ്. 2025 പിറന്ന ശേഷമുള്ള 4.5 മാസത്തിനകം 15 പേരും പഹൽഗാം ആക്രമണത്തിനുശേഷം 10 പേരും പാകിസ്ഥാനുവേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന് അറസ്റ്റിലായി. ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ നെടുംതൂണെന്നു വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ ബെല് സീനിയർ എഞ്ചിനീയർ ദീപ് രാജ്ചന്ദ്ര, കാൺപൂരിലെ ഓർഡിനൻസ് ഫാക്ടറി ജൂനിയർ മാനേജർ വികാസ് കുമാർ, ഫിറോസാബാദ് ഓർഡിനൻസ് ഫാക്ടറി ചാർജ്മാൻ രവീന്ദ്രകുമാർ തുടങ്ങിയവരും ഉൾപ്പെടുന്നു കൂട്ടത്തില്. ബെല്ലിലെ റഡാർ സാങ്കേതിക വിദ്യകള്, സുരക്ഷാ സംവിധാനങ്ങള്, ആശയവിനിമയ സംവിധാനങ്ങള് തുടങ്ങിയ വിവരങ്ങളാണ് ദീപ് രാജ്ചന്ദ്ര പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയത്. ചാരപ്രവർത്തന കേസില് രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥര് നേരത്തെയും പിടിയിലായിട്ടുണ്ട്. ഇന്ത്യയുടെ സുരക്ഷാ പദ്ധതികളെക്കുറിച്ചുള്ള തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാന് ചാരന് കൈമാറിയതിന് 2023 മെയ് മാസത്തില് പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് DRDO ഗവേഷണ വിഭാഗം ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുരുൽക്കർ അറസ്റ്റിലായിരുന്നു. പാക് രഹസ്യാന്വേഷണ ഏജൻസിയിലെ ചാരവനിതയായ സാറ ദാസ്ഗുപ്തക്കാണ് പ്രദീപ് കുരുൽക്കർ വിവരങ്ങൾ കൈമാറിയത്. അഗ്നി 6 മിസൈല് ലോഞ്ചര്, ബ്രഹ്മോസ് റുസ്തം, സർഫേസ് ടു എയർ മിസൈല് SAM തുടങ്ങി DRDO വികസിപ്പിച്ചെടുത്ത പദ്ധതികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് അയാൾ സാറക്ക് നൽകിയത്. കുരുൽക്കറുടെ ഇമെയിലുകൾ പരിശോധിച്ച മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് ആണ് അയാളുടെ ദേശവിരുദ്ധ പ്രവർത്തനം കണ്ടെത്തിയത്. പിടിക്കപ്പെടുന്നതിനു മുമ്പ് ദേശീയതയെക്കുറിച്ച് പ്രഭാഷണം നടത്തിയിരുന്ന പ്രദീപ് കുരുൽക്കർ സജീവ RSS പ്രവർത്തകനുമായിരുന്നു. ഔദ്യോഗിക പദവിയിലിരിക്കെ തന്നെ RSSുമായുള്ള ബന്ധം സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞതിങ്ങനെ: 4 തലമുറയായി ഞങ്ങൾ RSSുകാരാണ്. എന്റെ മുത്തച്ഛൻ RSSുമായി ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് എന്റെ അച്ഛനും. ഞങ്ങളുടെ വീടിനടുത്താണ് ഒരു സംഘ് ശാഖ. എനിക്ക് സംഘടനയെ പരിചയപ്പെടുത്തിയത് സുഗു ശ്രീനിവാസനാണ്. എന്നെ അദ്ദേഹം കൈപിടിച്ച് മോഡി ബാഗിലേക്ക് കൊണ്ടുപോയി. ഇപ്പോഴെന്റെ മകനും പതിവായി സംഘ് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അതീവ നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് ചോർത്തിക്കൊടുക്കുന്ന കേസുകൾ വർദ്ധിച്ചു വരുന്നത് അതീവ ആശങ്കയോടെയാണ് സൈനിക ഇന്റലിജൻസും ഭരണകൂടവും കാണുന്നത്. കുരുൽക്കറെ പോലുള്ള അതിദേശീയതയുടെ വക്താക്കളാണ് ചാരക്കേസിൽ പിടിയിലാകുന്നവരിൽ ബഹുഭൂരിഭാഗവുമെന്നത് മോദി സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു. പാകിസ്ഥാനു വേണ്ടിയുള്ള ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റു പലരുമായിരുന്നു കാലങ്ങളായി പഴികേട്ടു വന്നിരുന്നത്. പാക്ചാരന്മാര്, ഇന്ത്യാവിരുദ്ധര് എന്നാണ് സംഘ്പരിവാറും അവരുടെ ചൊൽപ്പടിയിലുള്ള മാധ്യമങ്ങളും ചാരപ്രവർത്തനം നടത്തുന്നവരെ വിശേഷിപ്പിച്ചിരുന്നത്. ദിവസങ്ങൾ നീണ്ടുനിൽക്കുന്ന അന്തിച്ചർച്ചകൾക്കുള്ള വിഷയമായി അത് മാറും. ഇപ്പോൾ അതിദേശീയതയുടെ വക്താക്കള് നിരന്തരം ചാരപ്രവർത്തനങ്ങൾക്ക് പിടിക്കപ്പെടുമ്പോൾ ആ മാധ്യമങ്ങൾക്കും സംഘ്പരിവാറിനും മൗനം. ചാരപ്രവർത്തനത്തെ മതവുമായോ സമുദായവുമായോ ബന്ധപ്പെടുത്തുന്നത് നിരർത്ഥകമാണ്. പണത്തോടുള്ള ആർത്തി മൂലമോ മറ്റോ ആണ് ചാരപ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്, അതേ മതക്കാരനായാലും രാഷ്ട്രീയക്കാരനായാലും. ഇനിയെങ്കിലും വിഷയത്തെ ആ നിലയിൽ കണ്ട് എല്ലാ ചാരപ്രവർത്തകരെയും ഒരുപോലെ എതിർക്കാൻ തയ്യാറാകണം.